ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പുള്ള ഷോർട്സ് വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞ് അച്ഛനും ടി സിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനോ പോകുന്ന കാര്യമൊക്കെ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ടി സി വാങ്ങാനായിട്ട്, അതായത് ഒരാഴ്ചയ്ക്ക് ശേഷം ടി സി വാങ്ങാനായിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ ഒരു ഏരിയയൊക്കെ ഞാൻ എൻ്റെ ഷോർട്സിലൊക്കെ മിക്കവാറും വരുന്നതാണ്. എന്നാലും ഇന്ന് ഒരാഗ്രഹം, അതായത് ഇനി എൻ്റെ ഷോർട്സിലൊന്നും ഈ ഒരു ഏരിയ ഒന്നും വരത്തില്ല. ഇനി ഇതൊക്കെ ഒരു ഓർമ്മയ്ക്കായിട്ട് മാത്രമായിട്ട് എടുത്തു വെക്കുന്ന വീഡിയോസുകളാണ്. അതായത് നമ്മൾ ഇവിടെ നിന്ന് സെക്കൻഡറാബാദിൽ നിന്ന് ഡൽഹിയിലേക്ക് സ്ഥലം മാറി പോവുകയാണ്. അപ്പോൾ ഇനി ഇവിടേക്ക് വരത്തില്ല. അപ്പം അങ്ങനെ ഒരു വീഡിയോ എടുത്തു വെച്ചതാണ്. അങ്ങനെ സ്കൂളിലെത്തി ടി സി ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ പിന്നെ നേരെ പോകുന്നത് പുറത്ത് ഒരു ഷോപ്പിലേക്കാണ്. നമുക്കൊരു ബോക്സ് കൂടെ വാങ്ങണമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബാഗുകളിലും 2-3 ട്രോളി ബാഗുകളിലും പെട്ടികളിലും ഒക്കെ ആയിട്ട് സാധനങ്ങൾ ഏകദേശം ഫില്ലായിട്ടുണ്ട്. ഇനി ഒരു ബോക്സ് കൂടി, അതായത് കിച്ചൺ സാധനങ്ങളും കൂടെ ഒക്കെ വെക്കാനായിട്ട് ഒരു ബോക്സ് കൂടി വാങ്ങണം. അങ്ങനെ അപ്പം നമ്മൾ രാവിലെ ചെന്നതുകൊണ്ട് ഷോപ്പൊക്കെ തുറന്ന് കഴുകുന്നതൊക്കെ ഉള്ളായിരുന്നു. എന്നാൽ പിന്നെ നമ്മൾ വിചാരിച്ചു അത് അടുത്തൊരു ബീഫ് ഷോപ്പ് ഉണ്ടായിരുന്നു, പോയി കുറച്ച് ബീഫും കൂടെ വാങ്ങിയിട്ട് വരാം. അതാകുമ്പോൾ കറി വെച്ചാൽ നമുക്ക് 2 ദിവസത്തേന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് ബീഫൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീണ്ടും ബോക്സ് വാങ്ങാനായിട്ട് എത്തിയേ. അപ്പോൾ ഇതാണ് നമ്മൾ ബോക്സ് വാങ്ങാനായിട്ട് വന്ന കടയെന്ന് പറയുന്നത്. അപ്പോൾ ഇത് പല റേഞ്ചിലുള്ള ബോക്സാണ് ഇരിക്കുന്നത്. ഒരു 2000, 2500, 3000 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന ബോക്സാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു 2300 രൂപയുടെ ഈ ഒരു ബോക്സാണ് നമ്മൾ വാങ്ങിയത്. ബോക്സ് നല്ല വലിയൊരു ബോക്സ് തന്നെയായിരുന്നു നമ്മൾ വാങ്ങിയിരുന്നത്. കാരണം എന്ന് വെച്ചാൽ കിച്ചൺ സാധനങ്ങൾ ഒരുപാടുണ്ടല്ലോ. അപ്പം അതൊക്കെ ഇതിൽ കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ ബോക്സൊക്കെ വാങ്ങിയിട്ട് ഇതിന് വീട്ടിലേക്ക് കൊണ്ടുപോകണം. അതിനായിട്ട് ഓട്ടോ ബുക്ക് ചെയ്തപ്പോൾ ഫസ്റ്റ് വന്ന ഓട്ടോയിൽ അത് കയറത്തില്ലായിരുന്നു. പിന്നെ രണ്ടാമത് നമ്മൾ വേറൊരു ഇതിലും വലിയൊരു ഓട്ടോയൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്നിട്ട് വേണം ഇനി ഇതിന് പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഉണങ്ങിയിട്ട് വേണം ഇതിൽ സാധനങ്ങൾ പറക്കി പാക്ക് ചെയ്യാനായിട്ട്. 2-3 ദിവസം മഴയായതുകൊണ്ട് തന്നെ ഇന്നൊരു ചെറിയൊരു തോർച്ച കാണുന്നുണ്ട്. അപ്പോൾ കൊണ്ടുവന്ന പാടെ അതൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനിയെന്ന് പറയുന്നത് നമ്മൾ കുറേയൊക്കെ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബാഗിനകത്തും പിന്നെ ഇതേപോലെ ബൈൻഡ് പെട്ടിക്കകത്തും ഒക്കെ പാക്ക് ചെയ്ത് വെച്ചു. ഇനി അടുത്തത് ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ബീൻ ബാഗ് നമ്മൾ 1 വർഷം മുമ്പേ ആമസോണിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. പക്ഷേ ഇത് 1 വർഷം ആകുന്നതിന് മുമ്പേ അതിനകത്ത് ബീനൊക്കെ പെട്ടെന്നങ്ങ് നശിച്ചു പോയി. എന്നാൽ പിന്നെ വിചാരിച്ചു ആ ബീനൊക്കെ ഇവിടെ കളഞ്ഞിട്ട് നമുക്ക് ബാഗ് മാത്രമായിട്ട് കൊണ്ടുപോകാമെന്ന്. ഇത് പാക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ ആ ബീന് മാറ്റുന്നത് വലിയൊരു രസമുള്ള സംഭവമായിരുന്നു കേട്ടോ. 2 പേരും കൂടെ അതിൽ കിടന്ന് കളിക്കുമായിരുന്നു, കാലും കൈയൊക്കെ ഇട്ടിട്ട്. നല്ല രസമുണ്ടായിരുന്നു. ഞാനും നോക്കി ബീനിനകത്ത് ഇങ്ങനെ പിടിക്കാൻ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറേ സമയം എടുത്തു. ഫാനും ഇടാനും ഒക്കത്തില്ലായിരുന്നു, ചൂട് കൊണ്ട് ഇരിക്കാനും പറ്റത്തില്ല. ഫാനിട്ടാൽ അതെല്ലാം പറന്നു പോവും, അതുകൊണ്ട് ഫാനും ഇടാനൊക്കത്തില്ല. അങ്ങനെ നല്ലൊരു അവർക്കും ഒരു തമാശ, ഒരു കളിയായിട്ട് അവരും അതങ്ങ് അതിൽ സഹകരിച്ച് പാക്ക് ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ ബീനൊക്കെ കളഞ്ഞിട്ട് ബാഗ് മാത്രമൊക്കെ എടുത്ത് പാക്ക് ചെയ്യാൻ വെച്ചു. കുറേ ബീനൊക്കെ തറയിൽ പോയി കേട്ടോ. അവർ കളിച്ചും എടുത്തു വെക്കെ. പിന്നെ ഞാൻ അതെല്ലാം തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ അപ്പോഴേക്കും നമ്മുടെ ബോക്സൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടി. ഇനി ബോക്സിൽ വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ നമ്മുടെ ഇദ്ദേഹം വന്നത്. പിന്നെ അത് 2 പേരോട് ആ പെട്ടിക്കകത്ത് കയറിയിരുന്ന് കളിയായി കേട്ടോ. അക്കുവും കൊച്ചും കൂടെ.
അങ്ങനെ നമ്മൾ 2 ബോക്സൊക്കെ ബുക്ക് ചെയ്ത് നമ്മുടെ വണ്ടിയൊക്കെ ആയിട്ട് ട്രെയിനിൽ ബുക്ക് ചെയ്യാനായിട്ട് കൊടുത്തു വിടുകയാണ് കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് അച്ചുവിൻ്റെ ഒരു ഫ്രണ്ട് വന്ന് നമ്മൾ പോകുന്ന അറിഞ്ഞിട്ട് വന്നതാണ്. പിന്നെ അവരുടെ കുറേ അമ്മമാർ രണ്ടുപേരുടെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ പോകുന്ന ദിവസമായി. അങ്ങനെ ട്രെയിനിൽ കയറി. ഇനി 2 ദിവസം റെസ്റ്റാണ് കേട്ടോ. ഇത്രയും ദിവസം ജോലി ചെയ്തതിൻ്റെ റെസ്റ്റാണ്. അങ്ങനെ ഇതിൽ ട്രെയിനിലിരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ കുറേ എടുത്തിട്ടുണ്ട്. അതൊക്കെ പുറകെ ഞാൻ വീഡിയോസൊക്കെ ആയിട്ട് ഷോർട്സൊക്കെ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.